അപ്പൊ നമ്മളിവിടെ പറഞ്ഞു നിർത്തിയത് പൂക്കളത്തിന്റെ ബേസ്. ആദ്യം മനസ്സിൽ വന്നൊരു ചാർട്ട് പേപ്പർ ആയിരുന്നു. പക്ഷെ ഗ്ലൂ അടിക്കുമ്പോൾ അത് കീറിപ്പോയാലെന്നൊരു ഡൗട്ട്. അധികം പൈസ ചെലവില്ലാതെ നനഞ്ഞാലും കീറാത്തൊരു ഐറ്റം വേണം. അങ്ങനെ അവസാനം ഫ്ലെക്സ് അടിക്കുന്ന മെറ്റീരിയൽ എത്തി. പക്ഷേ അത് കാശ് കൊടുത്ത് വാങ്ങാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഫ്ലെക്സ് അടിക്കുന്ന ഒരു കടയിൽ പോയിട്ട് ചേട്ടാ ഡാമേജ് ആയ പീസ് വെറുതെ കൊടുക്കാനുണ്ടോ എന്ന് ചോദിച്ചു. ഒഴിവാക്കാൻ വെച്ചിരിക്കുന്ന പോലെ അതിനെന്താ മോളെ എന്ന് പറഞ്ഞ് ചേട്ട ഒരെണ്ണത്തിന് കൈ തന്നു. അപ്പൊ നിങ്ങൾ ആയിരിക്കും ചെന്ന പാടെ ആദ്യത്തെ കടയിൽ തന്നെ കിട്ടിയെന്ന്. അല്ല, ഒരു 3, 4, 5 കട കയറി ഇറങ്ങിയിട്ടാണ് അവസാനം ഈ സാധനം കിട്ടിയത്. വീട്ടിൽ കൊണ്ടുവന്ന് വെട്ടിക്കീറി ഒരു റൗണ്ട് ആക്കി എടുക്കുന്നവരെ എല്ലാം എളുപ്പമായിരുന്നു. കറുത്ത ഷീറ്റി കറുത്ത സ്കെച്ച് കൊണ്ട് വരച്ചിട്ട് ചമ്മിരിക്കുന്ന സീനാണ് നിങ്ങൾ ഈ കാണുന്നത്. റൗണ്ട് ഷേപ്പ് വെട്ടിയെടുക്കുന്നതല്ല, അതിൽ ഡിസൈൻ വരയ്ക്കുന്നതാണ് ഏറ്റവും വലിയ ടാസ്ക് എന്ന് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അപ്പോഴാണ് നമ്മുടെ രക്ഷകൻ കയറി വരുന്നത് യദു. എന്റെ അഭിപ്രായത്തിൽ അനിയന്മാരെ കൊണ്ട് ഇങ്ങനെ ചില ഗുണങ്ങളുണ്ട്. അങ്ങനെ ഗൂഗിളിലെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻ നോക്കി അവൻ വരച്ചു തന്നു. ഇനി പാർട്ട് 1 ഒരുപാട് പേര് എനിക്ക് DM ആയിട്ട് അയച്ചിരുന്നു ഈ മെറ്റീരിയലിന്റെ പേരെന്താണ്. ഇതിന്റെ പേര് ഫെദർ വൂൾ എന്നാണ്. ഇതല്ലാതെ വേറെ നെയിം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കെ. രംഗോളി മേക്കിംഗ് ഫെദർ വൂൾ എന്നൊക്കെ സെർച്ച് ചെയ്താൽ നമുക്ക് മീഷോന്നും ആമസോണിൽ ഒക്കെ സാധനം കിട്ടും. ഓൺലൈനായിട്ട് വാങ്ങണം എന്നുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഹൈലൈറ്റിലും കൊടുത്തേക്കാം. ബട്ട് ഞാനിത് ഓൺലൈനായിട്ടല്ല, നമ്മുടെ ബ്രോഡ്വേയിലെ മേത്തർ ബസാറിൽ നിന്നാണ് ഞാൻ ഈ സാധനം വാങ്ങിയത്. ഞാൻ വാങ്ങിയപ്പോൾ ഒരു കവറിന് 100 രൂപയായിരുന്നു റേറ്റ്. ഞാൻ 6 കളർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതായത് എനിക്ക് മെറ്റീരിയലും ഗമ്മിനും കൂടി ചേർത്തിട്ട് 1000 താഴെ ആയിട്ടുള്ളൂ. ഓൺലൈനിൽ നിന്ന് 2000 കൊടുത്ത് വാങ്ങാത്ത എത്രയോ നന്നായി. സാധനം വാങ്ങുന്നത് കൂടാതെ ചെയ്യാൻ കുറച്ച് സമയം കൂടെ ഉള്ളവർക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. വെറുതെ വീട്ടിൽ നിന്നിട്ട് മടി കാരണം എനിക്ക് ചെയ്തെടുക്കാൻ 4 ദിവസം എടുത്തു കേട്ടോ. ഓണത്തിന് തനിമയ്ക്ക് സൗന്ദര്യത്തിനും ഒറിജിനൽ പൂക്കൾ തന്നെ നല്ലതെന്ന് ആരും കമന്റ് ഇട്ടേക്കരുത്. ഇത് ഉണ്ടാക്കാനുള്ള കാരണം ഞാൻ ഫസ്റ്റ് പാർട്ടി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ചെയ്തപ്പോൾ സെന്റർ ബ്ലാങ്ക് ആയിട്ടിരിക്കുന്നുണ്ട്. ഒരു പിങ്ക് കളർ എടുത്ത് അവിടെ ഒരു പൂ ഉണ്ടാക്കി വെച്ചു. പൂവെന്നൊന്നും പറയാൻ പറ്റത്തില്ല, ഒരു ആർട്ടിഫിഷ്യൽ താമരയൊക്കെ എടുത്ത് വെച്ച് പിടിപ്പിക്കണമെന്നായിരുന്നു. പക്ഷെ കിട്ടിയില്ല. അങ്ങനെ നമ്മുടെ പൂക്കൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്റെ ഈ ബൾബ് എത്തിയ പോലുള്ള ചിരിയുടെ കാര്യം എന്താണെന്നറിയാമോ? ഇത്രയും നന്നാവുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. ഈ ഒരു പൂക്കളം ചെയ്തെടുക്കാൻ എനിക്ക് മൊത്തം 4 കുപ്പിയല്ല 4 ട്യൂബ് പശ വേണ്ടി വന്നു. ഇതിന് പകരം ഗ്ലൂ ഗൺ യൂസ് ചെയ്താൽ വർക്കാവോന്ന് എനിക്കറിയില്ല. എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. പിന്നെ ഫ്ലാറ്റിന്റെ ലോബി കൊണ്ടുവന്ന് കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ നടത്തിയിട്ട് തിരിച്ചുപോയി. ഫോട്ടോഷൂട്ടിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓണം ഫോട്ടോഷൂട്ടൊക്കെ പ്ലാൻ ചെയ്തവർക്ക് ഇത് ബെസ്റ്റ് ഐഡിയ ആയിരിക്കും കേട്ടോ. ലൊക്കേഷൻ അനുസരിച്ച് ക്യാരി ചെയ്യാൻ എളുപ്പമായിരിക്കുമല്ലോ. അപ്പൊ ശരി, ഇനി അടുത്ത വീഡിയോ കാണാം.